അയൽരാജ്യവുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളിൽ ഇന്ത്യ വലിയ രീതിയിൽ വില നൽകുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷാ സംബന്ധമായ വിഷയത്തിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഭാരതത്തിന്റെ പരമാധികാരവും അതിർത്തി സുരക്ഷയും മുൻനിർത്തി അയൽ രാജ്യമായ ബംഗ്ലാദേശുമായി ഡൽഹിയിൽ നിർണായക ചർച്ചകൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. പശ്ചിമ ബംഗാൾ അടക്കമുള്ള അതിർത്തി മേഖലകളിൽ ഭാരതവിരുദ്ധ ശക്തികളുടെ നുഴഞ്ഞുകയറ്റവും അനധികൃത കടന്നുകയറ്റങ്ങളും പൂർണ്ണമായി തടയുന്നതിനായി അതിർത്തി സുരക്ഷാ സേന നടപടികൾ ശക്തമാക്കുന്നതിനിടയിലാണ് ഈ ഉന്നതതല യോഗം നടക്കുന്നത്. സുരക്ഷാ ഭീഷണിയുള്ള അതീവ സങ്കീർണമായ അതിർത്തി പ്രദേശങ്ങളിൽ ഭൂമി സർവേ വേഗത്തിലാക്കാനും അതിർത്തി വേലികെട്ടുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുമുള്ള ഭാരതത്തിന്റെ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. ജൂൺ 8 മുതൽ 11 വരെ ഡൽഹിയിലെ CGO കോംപ്ലക്സിലുള്ള BSF ആസ്ഥാനത്താണ്, അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. ബംഗ്ലാദേശ് BGB ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുക. ദേശീയ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന അനധികൃത നുഴഞ്ഞുകയറ്റം പൂർണ്ണമായി തടയുക എന്നതായിരിക്കും 4 ദിവസം നീളുന്ന ഈ ചർച്ചയിലെ ഭാരതത്തിന്റെ പ്രധാന അജണ്ട. അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റത്തിലും ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങളിലും രാജ്യം കാലാകാലങ്ങളായി ശക്തമായ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ശക്തമായ സഹകരണവും ഏകോപനവും ഭാരതം ഈ യോഗത്തിലൂടെ ലക്ഷ്യമിടുകയാണ്. അതിർത്തി നിവാസികളായ ഭാരതീയരുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പുവരുത്തുക, ഭാരതത്തിലെ യുവതലമുറയെ ലക്ഷ്യമിട്ടുള്ള മയക്കുമരുന്ന് മാഫിയയുടെ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അന്ത്യം കുറിക്കുക, അതിർത്തി വഴിയുള്ള കന്നുകാലി കള്ളക്കടത്ത് ശൃംഖലകൾ തകർക്കാൻ സംയുക്ത നീക്കം, കൂടാതെ അനധികൃത കുടിയേറ്റത്തിന് വഴിവിളക്കാകുന്ന വ്യാജരേഖ ചമയ്ക്കൽ, ഏജന്റുമാരുടെ ശൃംഖല എന്നിവർക്കെതിരെയുള്ള കർശന നടപടികൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. തന്ത്രപ്രധാനമായ 6 ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റുകളിലും മറ്റ് സങ്കീർണ മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കാൻ ഭാരതീയ സേന പദ്ധതിയിടുന്നുണ്ട്. കഠിനമായ ഭൂപ്രകൃതിയും നദികളും കാരണം ഫെൻസിംഗ് ദുഷ്കരമായ ഇടങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് സുരക്ഷാ പഴുതുകൾ അടയ്ക്കാനും യോഗത്തിൽ പ്രതിരോധ തന്ത്രങ്ങൾ രൂപീകരിക്കും. ഈ ചർച്ചയിലെ തീരുമാനങ്ങളും ശുപാർശകളും അടങ്ങിയ വിശദമായ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി ഭാരത ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കുകയാണ്. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയ്ക്ക് മോദി സർക്കാർ നൽകുന്ന മുൻഗണന അടിവരയിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജൂൺ 15 ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ മുൻനിര പോസ്റ്റുകൾ സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സന്ദർശന വേളയിൽ അദ്ദേഹം അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും വേലികെട്ട നിർമ്മാണത്തിന്റെ പുരോഗതിയും നേരിട്ട് വിലയിരുത്തും. അതിർത്തി കടന്നുള്ള എല്ലാത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അടിച്ചമർത്താൻ ഭാരതം എത്രത്തോളം സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി, അതായത് BJP സർക്കാർ അധികാരമേറ്റതോടെ ഈ പശ്ചിമ ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയത്. വേലികെട്ടാനുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സുവേന്ദു അധികാരി BSFന് വിട്ടുകൊടുക്കുകയായിരുന്നു. 10-15 വർഷത്തോളമായി BSF മമതയോട് അവിടെ അതിർത്തി കെട്ടാൻ വേണ്ടി സ്ഥലം തരാനായിട്ട് പറഞ്ഞെങ്കിലും മമത കേട്ടില്ല. കാരണം ബംഗ്ലാദേശികൾക്ക് പശ്ചിമ ബംഗാളിലേക്ക് കയറി വരാനുള്ള ഒരു സുഗമമായ ഒരു പാത അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം മമത ഒരുക്കുകയായിരുന്നു. പക്ഷേ BJP വന്നതോടുകൂടി ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഈ ഡൽഹിയിൽ നടക്കുന്ന ജൂൺ 8 മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചർച്ച വലിയ രീതിയിൽ ഒരു പ്രതിഫലനം പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.